5 ഏക്കറിൽ വിശാലമായ കളിക്കളമൊരുക്കുന്നതിന് ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചാവക്കാട് നഗരസഭാ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ FSTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരിവിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചതിന് ശേഷം ഒരു 100ഓളം കമാൻഡുകൾ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. പലരും ആവശ്യപ്പെട്ടത് കളിക്കളമാണ്. നമ്മളിപ്പോൾ 3.5 ഏക്കർ സ്വന്തമായ സ്ഥലം 1.5 ഏക്കർ സ്ഥലം ലഭിക്കുമെന്നറിയും 5 ഏക്കർ സ്ഥലം നല്ലൊരു കളിക്കളം നിർമ്മിക്കാൻ കഴിയും. ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനത്തിൽ നഗരസഭ 50 ലക്ഷം രൂപ അടക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ കായിക വകുപ്പ് നൽകാം. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം നേടിയ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭ പരപ്പിൽത്താഴം MCFൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി, ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, PS അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണിദിവെ, നഗരസഭാ കൗൺസിലർ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈതാലിക്കുട്ടി, AA മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പിൽത്താഴത്തുള്ള MCFനോട് ചേർന്ന് നഗരസഭ ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയാണ് കളിക്കളത്തിനായി വിനിയോഗിക്കുന്നത്. സെപ്റ്റേജ് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് 45 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഞ്ചരിക്കുന്ന മൊബൈൽ ട്രീറ്റ്മെന്റ് വാഹനവും ഇതോടെ സജ്ജമായി. ഉദ്ഘാടന പരിപാടി UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു.